മാപ്പു നൽകൂ മഹാമതേ, മാലകറ്റാൻ കനിഞ്ഞാലും ദയാവാരിധേ. പശ്ചിമബംഗാളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാർട്ടിക്ക് പറ്റിയ തെറ്റിന് എം.എ. ബേബി മാപ്പ് ചോദിക്കുന്നു. മാപ്പേ മാപ്പേ, ഉദ്ധതനായി വന്നോരെന്നിൽ കത്തി നിൽക്കുമഹംബോധം. ഈ ഭാഗം എത്തുമ്പോഴാണ് പ്രാക്കുളം ബേബിയുടെ ആട്ടം ചടുലമാകുന്നതും ഉടുമുണ്ട് നഷ്ടമാകുന്നതും. അത്രയ്ക്കും മതിമറന്നുള്ള ഒരു മാപ്പ് ചോദ്യമാണ്. ദേവാസുരത്തിൽ നെടുമുടി ആടിയ പോലെയായിരുന്നു ആട്ടം. ബേബി സാറിൻ്റെ ഈ മാപ്പ് മാപ്രകൾക്ക് മുമ്പിലല്ല വേണ്ടിയിരുന്നത്. പാർട്ടിയുടെ ഭരണം കാരണം ജീവിക്കാൻ മാർഗമില്ലാതെ കേരളത്തിൽ വന്ന് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കേണ്ടി വന്ന ബംഗാളികളെ വിളിച്ചുകൂട്ടി വേണമായിരുന്നു ചോദിക്കാൻ. അല്ലെങ്കിൽ അവരുടെ പാത്രം കഴുകി കൊടുക്കണം. മുഴക്കോലും കരണ്ടിയും ബേബി തന്നെ തൂത്ത് തുടച്ച് ശുദ്ധമാക്കണം. ബംഗാളിൽ പാർട്ടിക്ക് പറ്റിയ തെറ്റിന് ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ജനങ്ങൾ മാപ്പ് നൽകുന്ന സമയം വൻ തിരിച്ചുവരവ് നടത്തും എന്നാണ് ബേബി പറഞ്ഞത്. മാപ്പിന് പകരം വേറെ വല്ലതുമായിരിക്കും അവർ കൊടുക്കുന്നത്. ജനങ്ങൾ മാപ്പ് തരുന്നത് നോക്കിയിരിക്കുകയാണ് പാർട്ടി. തെക്കോട്ടും നോക്കിയിരുന്നോ ഇപ്പം വലിക്കാം. ബംഗാളിൽ പതിറ്റാണ്ടുകൾ ഭരിച്ചപ്പോഴാണ് അവിടം കുട്ടിച്ചോറായത്. വെറും 10 ആണ്ട് പിണറായി തുടർച്ചയായി ഭരിച്ചപ്പോഴേക്കും ഇവിടെ എല്ലും തോലുമായി പാവപ്പെട്ട മനുഷ്യർ. അവരുടെ നെഞ്ചും കൂട്ടിൽ ചവിട്ടി നിന്നാണല്ലോ ബേബിയുടെ പാർട്ടി കാവടിയാട്ടം നടത്തുന്നത്. അവിടെ വേണ്ടത്ര വിദ്യാഭ്യാസത്തിന് പോലും ഗതിയില്ലാത്തതുകൊണ്ട് പാവങ്ങൾ ഇവിടെ വന്ന് വാർക്കപ്പണിക്കും കമ്പി കെട്ടാനും പോകുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഒരു വിദ്യാഭ്യാസം ആർജിച്ചെടുത്തതിനാൽ ചെറുപ്പക്കാർക്ക് പുറം രാജ്യത്തേക്ക് പോകാൻ കഴിയുന്നു. ബേബി മാപ്പ് ചോദിച്ച് അവധൂതനെ പോലെ സഞ്ചിയും തോളിലിട്ട് എങ്ങോട്ടെന്നില്ലാതെ പൊയ്ക്കളയരുത്. മെയ് 4-ന് 6 മണിയാകുമ്പോൾ കേരളത്തിൽ കാണണം. ബേബി അടുക്കളയിൽ കയറി പാത്രം കഴുകി ജനങ്ങളുമായി ബന്ധം ദൃഢമാക്കിയതിൻ്റെ ഫലം അന്നറിയാം. കഴിയുമെങ്കിൽ പിണറായിക്ക് മുമ്പ് തന്നെ വന്ന് ഒരു മാപ്പ് കാച്ചിയേക്കണം. പക്ഷേ പിണറായിക്ക് തെറ്റുപറ്റി എന്നൊന്നും മിണ്ടിയേക്കരുത്. ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ പാർട്ടി പരാജയപ്പെട്ടെന്നോ BJP വോട്ടുകളും തീവ്രവാദ സംഘടനകളുടെ വോട്ടും UDF വ്യാപകമായി സമാഹരിച്ചതിൻ്റെ ഫലമാണ് ഈ പാർട്ടിയുടെ തോൽവിയെന്നും പറയണം. പിണറായിക്ക് തെറ്റുപറ്റിയെന്ന് മാത്രം കയറി പറഞ്ഞേക്കരുത്. തെറ്റ് തിരുത്തുമെന്ന് പോലും പറയരുത്. അങ്ങനെ വരുമ്പോഴും പിണറായിക്ക് എന്തോ തെറ്റുപറ്റിയെന്ന് വ്യാഖ്യാനിക്കപ്പെടും. കഴിഞ്ഞ 10 വർഷമായി സമാനതകളില്ലാത്ത വികസനമാണ് സർക്കാർ നടത്തിയത് എന്ന് കാച്ചിയേക്കണം. അത് പക്ഷേ വേണ്ടത്ര ജനങ്ങളിൽ എത്തിയില്ല. ഇക്കണ്ട ലോകമാകെ ആകാശം മുട്ട കൂറ്റൻ ബോർഡുകൾ വെച്ചിട്ടും ജനം അത് കണ്ടില്ലെങ്കിൽ ജനം ഇപ്പോഴും കീഴോട്ട് നോക്കിയാണ് സഞ്ചരിക്കുന്നത് എന്ന് സാരം. കോടിക്കണക്കിന് രൂപയുടെ ജാക്കറ്റ് പരസ്യങ്ങൾ പത്രത്തിൽ നൽകിയിട്ടും ജനം അത് കണ്ടില്ലെങ്കിൽ അവർ പത്രം വായിക്കുന്നില്ല എന്ന് കരുതണം. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന കൂറ്റൻ ഹോർഡിങ്ങുകൾ ടെലിവിഷൻ സീരിയലിൽ കൊടുത്തിട്ടും രക്ഷയില്ലെങ്കിൽ ജനങ്ങൾ പരമ്പരകളും കാണുന്നില്ല എന്ന് സാരം. കോടികളുടെ PR വർക്കുകളും ലക്ഷങ്ങൾ മുടക്കി വെളുപ്പീര് പരിപാടിയും ലക്ഷക്കണക്കിന് അടിമകളുടെ വാഴ്ത്തു പോസ്റ്റുകളും വന്നിട്ടും പാർട്ടി ഗുണം പിടിച്ചില്ലെങ്കിൽ ഈശ്വരനാണ് പിണറായി വിജയനെ അല്ല, അതിയാൻ്റെ തോന്നിയാസങ്ങൾക്കെല്ലാം കൂട്ടുപിടിച്ചും തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടുനിന്നും PBയെ പിണറായി ബ്യൂറോയും AKG സെൻറ്ററിനെ മാര്യേജ് ബ്യൂറോയുമാക്കിയ ബേബിയെ വേണം 10 തെറി പറയാൻ സഖാക്കളെ. ഇക്കണ്ട തോന്യാസങ്ങളെല്ലാം ഈ പിണറായി ഭരണത്തിലിരുന്ന് കാട്ടിയപ്പോഴും നെറുകേടുകളെ വസന്തമാക്കിയപ്പോഴും ഈ പ്രാക്കുളം മിശിക ഒരു വാക്കുകൊണ്ട് എതിർത്തോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ തെറ്റിന് മാപ്പിരക്കാൻ. നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് വല്ല വിലയുമുണ്ടോ ബേബി സാറേ? ജനങ്ങളെ മുഴുവൻ മുടിച്ച് ഒരു മുഖ്യൻ ഇങ്ങനെ ആർഭാടവും അഹങ്കാരവും തേച്ചുകുളിയും പിടിച്ചുപറിയും വിരുന്നൂണലും യാത്രകളും നടത്തിയ ചരിത്രം ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടുണ്ടോ? പട്ടിണി കിടന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു നാട്ടുകാരോട് മുഴുവൻ അവരുടെ ചെലവിൽ പ്രതികാരം ചെയ്ത കഥ ലോകത്തെവിടെയെങ്കിലുമുണ്ടോ? അമ്പലങ്ങൾ കട്ടതിന് ഒത്താശ ചെയ്തു, സഹകരണ ബാങ്ക് കൊള്ളയടിച്ചതിന് ഒത്താശ ചെയ്തു. സിനിമയിലൊക്കെ ഇത്തരം പ്രതികാരദാഹികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബേബി ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും. മാനത്തും മതിലിലും പരസ്യത്തിലുമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി കയറിയിരിക്കേണ്ടത്. ജനങ്ങളുടെ മനസ്സിലാക്കണം. EMSും നായനാരും അച്യുതമേനോനും VS അച്യുതാനന്ദനും ഇങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞ് ആർഭാടം നടത്തിയാണോ ഭരണം നടത്തിയത്? അവരുടെ മക്കൾ കട്ടുതൊഴാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? അവരുടെ മക്കൾ ആരെങ്കിലും മുതലാളിമാരുടെ മാസപ്പടി വാങ്ങിയോ? ഒന്നുമില്ല. പക്ഷേ അവരുടെ കാലവും ഇരുണ്ട കാലമായിരുന്നുവെന്നാണ് പിണറായി ദാസന്മാർ പറയുന്നത്. പിണറായി ഇങ്ങോട്ട് വന്നപ്പോൾ മുതലാണ് ഇന്ദ്രൻ ആളെ വിട്ട് ചർച്ച നടത്തിയതും കേരളത്തിൽ ആദിത്യൻ കിഴക്ക് തല പൊക്കാൻ തുടങ്ങിയതും. ഇങ്ങനെ ഒരാൾ ഒരുത്തനെയും പേടിയില്ലാതെ മനുഷ്യനെ വിഴുങ്ങി കഴിയുമ്പോഴാണ് ബേബി മുഴുത്ത PBയുടെ കാര്യം പറഞ്ഞു വരുന്നത്. കുറേ പോളിറ്റ് ബോറന്മാരും ഒരു പിണറായിയും. ബംഗാളിൽ നാട്ടുകാരോട് മാപ്പ് ചോദിക്കാൻ ഒരു നേതാവും അവശേഷിക്കുന്നില്ല. കേരളം കൂടി ചേർത്ത് ഒന്നിച്ചൊരു പാക്കേജായിട്ട് മാപ്പ് പറഞ്ഞാൽ മതിയായിരുന്നു. എന്താണ് പശ്ചിമ ബംഗാളിൽ പാർട്ടിക്ക് പറ്റിയ തെറ്റെന്ന് ബേബിക്ക് അറിയാമോ?
ഇവിടെ പറ്റിയ തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പാർട്ടി മൂല്യങ്ങൾ മറന്ന് ജനങ്ങളെ അടിമകളാക്കി എതിർക്കുന്നവരുടെ തലയെല്ലാം അറഞ്ഞു പറിച്ച് ചിന്താശേഷിയില്ലാത്ത പാർട്ടി തലമുറയെ സൃഷ്ടിച്ച് അഴിമതിയും സ്വജനപക്ഷപാതവും വളർത്തി യുവജന സംഘടനയിലെ ചെറുപ്പക്കാരെ ഗുണ്ടകളാക്കി മാറ്റി നേതാവിനെ ഏകാധിപതിയാക്കി വാഴിച്ച് അയാളെ പിതൃബിംബമാക്കി പൂജിച്ച് വിളിപ്പേരുകൾ പലത് ചാർത്തിക്കൊടുത്ത് നെറുകെട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തി എല്ലാത്തിനും എല്ലാവരും കൂട്ടുനിന്നു. നിങ്ങൾ എത്ര പെട്ടെന്നാണ് ഈ പാർട്ടിയെ കുഴിച്ചു മൂടിയത് സഖാക്കളെ? ബംഗാളല്ല കേരളം. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. 300 കുണുവയുടെ ഒരു കിറ്റിൽ വീണുപോയി. തിരിച്ചും മറിച്ചുമിട്ട് 10 തൊഴിയെങ്കിലും കൊടുക്കാതെ ജനം പിണറായി സർക്കാരിനെ ആട്ടി പുറത്താക്കില്ല. ലോകത്തിനു വേണ്ടി കരഞ്ഞും കഫിയ അണിഞ്ഞും അമേരിക്കയെ തെറി വിളിച്ച് നടന്ന ബേബി സ്വന്തം കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് കണ്ടില്ല. എന്തിനേറെ കീഴ്ഘടകത്തിലെ ഗോവിന്ദനെയെങ്കിലും ഒന്ന് നിലയ്ക്ക് നിർത്താനുള്ള കഴകത്ത് ഈ ബേബിക്കുണ്ടായോ? ഇസ്രായേലിനെ തെമ്മാടി എന്ന് വിളിച്ച ബേബിക്ക് കഴിഞ്ഞോ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയോടെങ്കിലും തെമ്മാടിത്തരം കാണിച്ചാൽ ജനങ്ങളെടുത്ത് തെമ്മാടിക്കുഴിയിലിടുമെന്നൊന്ന് പറയാൻ? ബേബിയുടെ മാപ്പ് 4 ചുരുട്ടി വായിലിടുക അല്ലെങ്കിൽ സഞ്ചിയിലിടുക.